വിളിക്കുന്നത്. കൺമണിന്റെയും കിങ്ങണിന്റെയാണ് ബർത്ത്ഡേ. ഞാൻ കേക്കും ചോറും മാങ്ങാക്കറിയും ഒക്കെ വെക്കണുണ്ട്. പിന്നെ ഞാൻ രാത്രി ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ സ്കൂൾ അടച്ചിരിക്കും നല്ല സന്തോഷമാണ്. പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ വിട്ടുപോകാൻ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കൺമണിൻ്റെ കിങ്ങണിൻ്റെ ബർത്ത്ഡേ ആണ്. ആണ്. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കണം. ചിരട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മണ്ണ് നിറക്കണം. അതിന് ഞാൻ ഒരു പാത്രം എടുത്തു. ഒരു പാത്രത്തിൽ സ്പൂൺ ഇട്ടു. ഞങ്ങൾക്ക് മണ്ണ് കോരാൻ പോവാം. അപ്പോൾ ഞാൻ മണ്ണ് എടുക്കുവാണ്. പൊടി വറുക്കാതിരിക്കാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പം ഞാൻ ഒരു ചിരട്ടയിൽ ഉണ്ടാക്കേണ്ട ഇതിൽ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ചിരട്ട ആവശ്യമില്ല. നമുക്ക് അവിടെ പോയിട്ട് കളയാം. ഇതെവിടെ നിന്നാണ് ഷേപ്പ്. പിന്നെ ഞാൻ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. വെച്ചു. ഇതെൻ്റെ ഗ്യാസ് ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഓണാകും. ഇനി ഇത് മൂടി വെക്കണം. അടപ്പ് അടയാണ്. ഓക്കെ, ഇത് മൂടി വെച്ചു. ഇവരുടെയാണ് ബർത്ത്ഡേ. ഇവരെ കേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. കേക്കിടെ നോക്കാം. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കമത്താം. റെഡിയായി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് പൊക്കി നോക്കാം. പയ്യെ കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ഈ മണ്ണെടുക്കാൻ പോയപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഈ സാധനം കൂടി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം നമുക്ക് ഇന്ന് മണ്ടേ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആ മണ്ണിൻ്റെ കൂടെ എനിക്ക് കിടന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചത് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാമെന്ന്. ഒത്തിരി ഇട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലൊക്കെ ആക്കി കൊടുക്കാം. ഇവിടെ മൊത്തമായത്. അപ്പോൾ എൻ്റെ വീട്ടിലെ മിറാക്കിൾ ഞാൻ 2 എണ്ണം പറിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 എണ്ണം പറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് 2 വെച്ച് കൊടുക്കാം. കേക്ക് ഇവിടെ പകുതി റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പാത്രം ഈ പാത്രം വേണ്ട. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട്. ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി റൈസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഈ പാത്രം കഴുകിയെടുക്കണം. എന്നിട്ട് നോക്കാം ഇതിലേക്ക് അരി എടുക്കാം. റൈസ് എടുത്തിട്ടുണ്ട്. അയ്യോ, ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളമില്ല. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അരി കഴുകണം. ഇത്ര ചെളിയ. ഒന്നും കൂടി കഴുകിയെടുക്കാം.
അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചു. ഇനി സ്പൂണിനടുത്ത് ഇളക്കാം. ഇനി അടപ്പ് വെച്ച് അടച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതെടുത്ത് ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. ഇത് അവിടെ കിടന്ന് എനിക്ക് കിട്ടിയതാണ്. പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ ഭാഗം എടുക്കണം. കത്തി. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയാണ്. ഞാൻ ഒത്തിരി കുഞ്ഞിതാക്കണില്ല, ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് അരിയണത്. അപ്പോൾ ഇത് മുഴുവൻ അരിഞ്ഞിട്ട് കാണാമേ. അങ്ങനെയൊക്കെ ഞാൻ അരിഞ്ഞു. കുക്കർ എടുത്ത് അതിൽ ഓൾറെഡി കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കണം. മുളക് തീർന്നു പോയി. വേറെ ഡപ്പിൽ മുളക് എടുക്കാം. വേറെ ഡപ്പിൽ മുളകാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുളകല്ല, ഇത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും വേണ്ട, ഇത്രയും മതി. ബാക്കി ഇനി നമുക്ക് മുളക് എടുത്തിട്ട് വരാം. മുളക് എൻ്റെ തീർന്നു പോയി. ഞാൻ മുളക് പൊടിയൊക്കെ സ്പൂണിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കണം. ഇത് ഇളക്കാൻ പറ്റില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് കാണാം. അപ്പോൾ ചോറും കറിയും കേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. 3 പ്ലേറ്റ് ഞാൻ കഴിക്കൊണ്ട് വന്നിട്ടുണ്ട്. 1 2 3. അപ്പം ചോറ് നമുക്ക് ഊറ്റിട്ട് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഓക്കെ, വെള്ളമൊക്കെ ഞാൻ കളഞ്ഞു. ഇനി ചോറെടുത്തിടാം. ആൾക്ക് 2 പേർക്കും കുറച്ച് ചോറ് മതി. ഓക്കെ, അപ്പം ചോറൊക്കെ എടുത്തിട്ടു. ഇനി കറി എടുത്തിട്ടു. ചോറിണ്ടിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. മാങ്ങ 2 നിലത്ത് പോയി. ഓക്കെ, രണ്ട് കഷ്ണം പക്ഷെ മാങ്ങ. ഓക്കെ, മാങ്ങയൊക്കെ കപ്പിട്ട് കുറച്ച് ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ചാറ് മതി. ഓക്കെ, അപ്പം കറി ഇത്രയേ ഉള്ളൂ. അപ്പം അവരെ 2 പേരും നമുക്ക് വിളിക്കാം. ഞാൻ മാറ്റി വെച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ഇവിടെ 2 പേരെ വിളിച്ചിട്ടുണ്ട്. 2 പേരെ ഇവിടെ തന്നെ ഇരുത്താം. ചോറ് അവിടെ കുറച്ചെടുക്കാം. ഓക്കെ, 2 പേരും
ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് 2 പേർക്കും. അമ്മേ ഇനി 2 സ്പൂണും കൊടുക്കാം. ഒരാൾക്ക് പിന്നെ ഒരാൾക്ക് അവൾക്ക് വായി വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുറിക്കണം. അത് അവർ മുറിക്കൂല, ഞാൻ തന്നെ മുറിക്കണം. എങ്ങനെ മുറിക്കുന്നു? ഞാൻ കേക്ക് തിരിച്ച് വെച്ചു. ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി മുറിക്കണം. ചെറിയൊക്കെ മാറ്റി വെക്കാം. പിള്ളേരൊന്നും നിലത്ത് പോയി. ഓക്കെ, 2 പേർക്ക് കേക്ക് കൊടുത്തു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മൊത്തം നിലത്താ പോണത്, എനിക്കൊന്നും കിട്ടണില്ല. നല്ല ടേസ്റ്റ് ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ചെറിയ എടുത്തിട്ട് പിന്നെ 2 പേരും ഇത് എടുത്ത് കളയണം. ചെറു നിലത്ത് പോയി. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് കട്ട് ഞാൻ പാത്രം കട്ട് ചെയ്യുമെന്ന് തോന്നണത്. ഇത് മൊത്തം നിലത്ത് പോണ്. ഓക്കെ, ഇത് 2 പേർക്ക് നമുക്കിത് പാത്രത്തിലാക്കി കൊടുക്കാം. ഒരു പാത്രം എടുത്തു. നിലത്ത് പോണത് മൊത്തം. ഓക്കെ, ഒരാൾക്ക് ഉള്ളതായി അവിടെ ഇരിക്കും. അടുത്ത ആൾ ഇരിക്കണില്ല, അവിടെ പരിപാടി. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് ഇപ്പൊ പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ കൈ. ഞാൻ അടുത്ത ആളുടെ കൈതാ. ഈ 2 പേർക്കും കേക്ക് കൊടുക്കാം. ഈ പിള്ളേർ തിന്നണില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കൊടുക്കാം. മൊത്തം കേക്കായി. ഞാൻ അടുത്ത ആളെ എടുത്തു. കേക്ക് കൊടുക്കാം. കണ്ണിലൊക്കെ കേക്ക് ഇരിക്കണം. അപ്പൊ ഇനി ഞങ്ങളെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഇത്രയും ബാക്കിയിട്ടേ, ചോറിന് കുറെ ബാക്കിയിട്ടേ എൻ്റെ അവിടെ ഇരിക്കുന്നു. ഇനി നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്യണം. പിന്നെ 2ൻ്റെ മൊത്തം കുറേ കേക്ക് ഉണ്ട്. ഇനി ഒന്നും കൂടി കുളിപ്പിക്കണം. അപ്പോൾ അവനെ മാറ്റി വെച്ചു. ഇനി ഞാൻ മാങ്ങയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഈ കേക്ക് ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണം അവരെ കുളിപ്പിക്കാൻ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാണാം. ഹലോ ഗൈസ്, ഞാനിത് മൊത്തം ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. വീഡിയോയുടെ പേര് ഞാൻ അപ്പം
പറയാം.